ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വൈഫ് എടുത്ത വീഡിയോയാണ്. ശരിക്കും ഇന്ന് മകരമാസം 1-ാം തീയതിയാണ്. അപ്പോൾ അവൾ രാവിലെ ഇവിടെ വീട്ടിലെ പൊങ്കാലയൊക്കെ ഇട്ടു. മകരമാസം 1-ാം തീയതി ആയതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പം ഞാൻ അമ്പലത്തിൽ പോയി. അപ്പം അവളെന്ത് ചെയ്തു, രാവിലെ ഒരു 7 മണി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ മകരപ്പൊങ്കൽ, അതായത് ശരിക്കും തമിഴ്നാട്ടിലുള്ള ഒരു ആഘോഷമാണ് മകരപ്പൊങ്കൽ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ തെക്കൻ കേരളത്തിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഏകദേശമൊക്കെ ഈ മകരപ്പൊങ്കൽ ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മധ്യകേരളത്തിലൊക്കെ, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ മധ്യകേരളത്തിലൊക്കെ ശരിക്കും പിന്നെ ശബരിമല പിന്നെ മകര വിളക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ് ശരിക്കും എല്ലാ ക്ഷേത്രങ്ങളിലുമൊക്കെ ഉള്ളത്. അത് ശരിക്കും മകരജ്യോതിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിശേഷം അവിടുത്തേത്. മകരജ്യോതി, മകരവിളക്ക്, ഇതൊക്കെ മണ്ഡലകാലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മകരവിളക്കിന് അതേപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നതാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് പിന്നെ അതിനും പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പത്താവളങ്ങളുണ്ട്. അയ്യപ്പത്താവളങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പിന്നെ പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ ഈ മകരം 1-ാം തീയതി, അതായത് വൃശ്ചികം 1 മുതൽ പിന്നെ മകരം 1-ാം തീയതി വരെ, പിന്നെ വൃശ്ചികം 1-ാം തീയതി തുടങ്ങി നിത്യേന അവിടെ പൂജകളും അല്ലെങ്കിൽ അർച്ചനകളും വഴിപാടുകളും അതേപോലെ പിന്നെ അന്നദാനങ്ങളും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നതാണ്. പക്ഷെ അത് താൽക്കാലികമായിട്ട് ഒരുക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ നമ്മുടെ അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അയ്യപ്പത്താവളങ്ങൾ വളരെ കുറവാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അയ്യപ്പത്താവളത്തോടൊപ്പം തന്നെ ശരിക്കും പൊങ്കാല ഇട്ട് മകരപ്പൊങ്കൽ ശരിക്കും ആഘോഷിക്കും. അത് ഈ മകരപ്പൊങ്കൽ ആഘോഷിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാർക്ക് ഒരു വർഷം തുടങ്ങുന്നത് ശരിക്കും മകരം 1-ാം തീയതിയാണ്. നമുക്ക് മലയാള മാസം ചിങ്ങം 1, അതേപോലെ ഇംഗ്ലീഷ് ന്യൂ ഇയർ എന്ന് പറയുന്നത് പിന്നെ ജാനുവരി 1 എന്ന് പറയുന്നത് പോലെ ശരിക്കും പ്രാദേശികമായ ഒരു ആഘോഷമാണ് ശരിക്കും മകരപ്പൊങ്കൽ എന്ന് പറയുന്നത്. കാരണം അവർക്ക് മകരം 1 എന്ന് പറയുന്നതാണ് ശരിക്കും ആണ്ടുപിറപ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട്, അതായത് മകരപ്പൊങ്കലിൻ്റെ പ്രതീകമായിട്ട് എവളും രാവിലെ എണീറ്റ് പിന്നെ പൊങ്കാല ഇടുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, അരിയൊക്കെ ഇട്ടു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇപ്പോഴേ ഇത് കാണുന്നത് കേട്ടോ. എന്നെ സർപ്രൈസ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോയാണ്. അവൾ രാവിലെ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിന് പ്രത്യേക താങ്ക്സ് പറയുന്നു. എനിക്കൊരു നല്ല കണ്ടന്റ് അല്ലേ ക്രിയേറ്റ് ചെയ്ത് തന്നത് അല്ലേ. അപ്പോൾ ഇത് രാവിലെ എനിക്കൊന്ന് അച്ഛനാണ് ഈ പടുക്കയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇഷ്ടികയും കാര്യങ്ങളും ഒക്കെ അവളും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാം സെറ്റ് ചെയ്ത് എന്തായാലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല അടിപൊളിയായിട്ട് പൊങ്കാലയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ എൻ്റെ അറിവിൽ പായസമാണ് ഇവർ വെച്ചത്. ശരിക്കും ശർക്കര പായസം, തേങ്ങയൊക്കെ തിരുമിയിട്ട് നല്ല അടിപൊളി പായസം വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കൊതുമ്പും ചൂട്ടും ഒക്കെ രാവിലെ എവിടുന്നോ സംഘടിപ്പിച്ചു. രാവിലെ അല്ല, ഇന്നലെ തന്നെ സംഘടിപ്പിച്ചു. പൊങ്കാല ഇട്ടോ, മകരപ്പൊങ്കല് അങ്ങനെയുണ്ട് സെറ്റപ്പ്. അങ്ങനെയുണ്ട് സെറ്റപ്പ്. എപ്പോ തുടങ്ങിയത് നിങ്ങൾ പരിപാടി? രാവിലെ ഇട്ട്. എന്താ ചോറാതെ പായസം? പായസം ശർക്കര. കാറിന് മേച്ചായിട്ടാണോ ഷർട്ട് ഇട്ടത്? കാറും അതിനിന്ന് കാറല്ലല്ലോ ഞാൻ പോയത്. അയ്യോ, ഇന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? അതെ, താങ്ക് യു. അതിനിപ്പോ ഞാനൂടെ മകരപ്പൊങ്കലിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. ഗൈസ്, ഞാനേ ഇന്ന് ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. അപ്പൊ ഇവര് പിന്നെ മകരപ്പൊങ്കലൊക്കെ ഇട്ടിരിക്കുക. അയ്യോ, സത്യത്തില് ഇത് ഈ തമിഴ്നാട്ടിൽ മാത്രം ഉള്ളൊരു ആഘോഷമായി മകരപ്പൊങ്കൽ എന്ന് പറയുന്ന പരിപാടി. തമിഴ്നാട്ടിൽ മാത്രമല്ല, തെക്കൻ കേരളത്തിൽ, പൊതുവെ തെക്കൻ കേരളത്തിൽ, തമിഴ്നാടല്ല. അച്ഛാ പാലില്ലേ? അയ്യോ, ഇത് ശരിക്കും പറഞ്ഞാൽ മകരമാസത്തിലെ
പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ആഘോഷമാണ്. അത് ശരിക്കും തെക്കൻ കേരളത്തിൽ മിക്കവാറും തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ന് എനിക്കൊന്ന് കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കൊക്കെ അവധിയാണെന്ന് തോന്നുന്നു. ശരിക്കും തമിഴ്നാട്ടുകാർക്ക് ഈ മകര ആരംഭം എന്ന് പറയുന്നത് ശരിക്കും ആണ്ടുവറപ്പെന്നാണ് പറയുന്നത്. ആണ്ടുവറപ്പെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വർഷം തുടങ്ങുന്നത് മകര 1-ാം തീയതിയാണെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പക്ഷേ മധ്യ കേരളത്തിലൊക്കെ നമ്മുടെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ശരിക്കും ഇത് ശരിക്കും മകരവിളക്കാണ്. മകരവിളക്ക് എന്ന് പറയുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് മകരവിളക്കാണ്. വലിയ പ്രാധാന്യമല്ലേ മകരവിളക്ക്. അപ്പം രണ്ട് ദേശത്ത് രണ്ട് രീതിയിലുള്ള ആഘോഷങ്ങളാണ്. ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം ദേശത്തൊക്കെ ഈ മകരപ്പൊങ്കൽ ഇടുന്നുണ്ട്. ഇന്ന് പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നല്ല പായസമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് അമ്പലത്തിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു. 1-ാം തീയതി അല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഒരു ശകലം പായസം കുടിക്കാൻ വേണ്ടി അകത്തോട്ട് പോകാം. എങ്ങനെയുണ്ട് പറഞ്ഞ പായസം ഒന്ന് നോക്കാം. ഞാൻ അമ്പലത്തിൽ നിന്ന് സത്യം പറയാനൊന്നും കഴിച്ചില്ല കേട്ടാ. കഴിച്ചില്ലെന്നല്ല, ഇഡ്ഡലി അവിടെ കാപ്പി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അല്ലാതെ ഇത് കഴിച്ചില്ല, പായസം ഒന്നും തിന്നില്ല. എന്നാലും ഇവിടെ വന്നിട്ട് ചായ കുടിച്ച് പായസമൊക്കെ തിന്നാം. ഇതുവരെ ചുമ മാറിയിട്ടില്ല. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാമല്ലോ. അടിപൊളി പായസമൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം പാത്രത്തിലൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ അതൊക്കെ നല്ലൊരു പിടി പിടിക്കട്ടെ. ഈ ശനിയാഴ്ച പോകുന്നേ? അതെ. അല്ല, എന്നാ ഇത് പോകാനിരുന്ന ആശുപത്രിയിൽ? ശനിയാഴ്ച. കഴിഞ്ഞ ശനിയാഴ്ച ഈ വ്യാഴാഴ്ച അല്ല എനിക്ക് പറഞ്ഞു, അന്ന് പോയില്ലേ ഈ വ്യാഴാഴ്ച. അതെ, അപ്പം നമ്മൾ പറഞ്ഞ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയതാ. മറ്റേ കണ്ണൻ ചേട്ടനോടോ? ശനിയാഴ്ച രാവിലെ ആവാൻ പ്രശ്നമില്ലല്ലോ, നമ്മൾ എല്ലാം കിട്ടുന്നതാ. അപ്പൊ ഇനിയിപ്പം ശനി നടക്കത്തില്ലല്ലോ. ഇനിയിപ്പം മിക്കവാറും ഞായറാഴ്ച ആവും. ശരിക്കും അച്ഛന് ഇപ്പം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛന് ശനിയാഴ്ച ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകണം. അത് മെഡിക്കൽ കോളേജിൽ തന്നെ. അപ്പോൾ ചെക്കപ്പിന് പോകുമ്പോൾ എനിക്കൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ, വെള്ളി, ശനി, ഞായർ ഞാൻ ശരിക്കും ചെങ്ങന്നൂർ ഒരു പരിപാടി ഏറ്റിട്ടുണ്ട്. ചെങ്ങന്നൂരില്ല, ശരിക്കും ഇത് കോഴഞ്ചേരിയാണ്. അപ്പോൾ കോഴഞ്ചേരി ഉണ്ട്. പൂജ മാത്രമല്ല, 2-3 കൂട്ടം കാര്യങ്ങളുണ്ട്. അവിടെ ചെന്നിട്ട് സാധിക്കേണ്ട ഒരു 3-4 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ആ പരിപാടി ഏറ്റിരിക്കുന്നുണ്ട്. എനിക്കെന്തായാലും അച്ഛനെ കൊണ്ട് ചെക്കപ്പിന് പോകാൻ പറ്റത്തില്ല. ഒന്നുകിൽ അച്ഛൻ ഒറ്റയ്ക്ക് പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവൾ അച്ഛനെ കൊണ്ട് പോകും. ശനിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പം അവൾക്ക് ഓഫീസ് ഡ്യൂട്ടിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചാൽ മതി, ഡോക്ടറോട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഞായറാഴ്ച കഴിഞ്ഞ്, അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അടുത്ത ആഴ്ചയൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഫ്രീ ഉള്ള സമയത്ത് എപ്പോഴെങ്കിലും പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനങ്ങനെ എന്നിട്ട് കിടക്കാൻ വേണ്ടിയിട്ടേ, അമ്പലത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് കിടക്കും സാധാരണ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞാൽ. കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ റൂമിൽ കയറിയപ്പം എൻ്റെ കൂടെ നമ്മുടെ ബെല്ലക്കുട്ടനും റൂമിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നാ ഉറങ്ങുന്നത്. സാധാരണ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടന്നൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ കട്ടിലിൽ കയറ്റത്തില്ല. പക്ഷെ എന്നാലും റൂമിനകത്ത് അവൻ കയറും. ഇപ്പം പിന്നെ അവന് ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമം കൊഴിയുന്നുണ്ട്. കാരണം ഇപ്പം മഞ്ഞ് സീസണൊക്കെ ആകുന്ന സമയത്ത് പൊതുവെ പിന്നെ മൃഗങ്ങളുടെയൊക്കെ രോമം കൊഴിയുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ എനിക്കതൊരു അത്ഭുതം കേട്ടോ. കാരണം അത്ഭുതം എന്നല്ല, ഞാനത് ആദ്യമായിട്ട് കേൾക്കുക. കാരണം ഈ തണുപ്പ് സമയത്തല്ലേ ശരിക്കും രോമം അവർക്ക് വേണ്ടിയത്, തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇത് ചൂട് സമയത്ത് അത്രയും പ്രശ്നമില്ല, പക്ഷെ തണുപ്പ് സമയത്ത് ഇവൻ്റെ രോമമൊക്കെ കൊഴിയുമെന്നാണ് ഇങ്ങനെ പറയുന്നത്. എനിക്കൊന്ന് ഡോക്ടറും പറഞ്ഞു, അതുകൂടാതെ 2-3 പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചിലരുടെ വീഡിയോ കണ്ടപ്പം അവരും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതുകൊണ്ട് അവനെ ഇപ്പം അധികം വീടിനകത്ത് കയറ്റത്തില്ല നമ്മൾ. പക്ഷേ ചില സമയങ്ങളിൽ ആശാൻ ഇടിച്ചു കയറും. പിന്നെ അവൻ്റെ ആ ഒരു നോട്ടവും ഒരു പ്രകൃതവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എവിടെടാ അവനെവിടെ, ഇതിനകത്തുണ്ട് ആശാൻ. കട്ടിലിനടിയിലോ എവിടെയോ കിടക്കുകയാണ്. താണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ആശാൻ നേരത്തെ സീറ്റ് പിടിച്ചു, ഇവിടെ കിടന്നു. കണ്ണടച്ചിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഇറക്കി വിടും എന്നൊരു പ്രതീതി തോന്നിയാൽ ആശാൻ കണ്ണൂടങ്ങ് അടച്ചു കളയും. പിന്നെ ആരും ഇറക്കി വിടത്തില്ലല്ലോ. അങ്ങനെ. അപ്പൊ ഇനി ഞാനും ബെല്ലക്കുട്ടനും കൂടെ സുഖമായിട്ടൊന്ന് കിടന്നു ഉറങ്ങും.